ഹായ് ഡിയേഴ്സ്, ഇന്ന് ഓണത്തിനുള്ള 2 റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് അമ്മയുടെ റെസിപ്പിയിൽ ഓലനും പിന്നെ എളുപ്പത്തിലുണ്ടാക്കുന്ന ഒരു രസവും. നമുക്ക് ആദ്യം ഓലൻ ഉണ്ടാക്കാം. അതിനൊരു ചെറിയ പീസ് മത്തനാണ് എടുത്തിരിക്കുന്നത്. മത്തൻ്റെ തോലെടുക്കുമ്പോൾ സൂക്ഷിക്കണം, കൈ മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കട്ടിംഗ് പാഡിൽ വെച്ച് തോലെടുക്കുന്നതാണ് നല്ലത്. ഒരു മീഡിയം പീസസ് ആയിട്ടാണ് നമ്മൾ മുറിക്കുന്നത്. പണ്ട് ഈ സമയത്ത് വരമ്പത്തെല്ലാം അച്ചിങ്ങപ്പയർ, അതായത് നമ്മുടെ പച്ചപ്പയർ എന്ന് പറയും, അതുണ്ടാവാറുണ്ട്. അതിട്ടിട്ടാണ് നമ്മൾ ഈ ഓല ഉണ്ടാക്കാൻ പോകുന്നത്. അമ്മ സാധാരണ അങ്ങനെ ഉണ്ടാക്കാറ്. ഇത്ര പീസസ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു പിടി അച്ചിങ്ങപ്പയർ അഥവാ പച്ചപ്പയർ ഇടുന്നു. ഇത് നമ്മളൊരു കടായിലേക്കിട്ട് ഒരല്പം വെള്ളവും കുറച്ചുപ്പും ഇത്തിരി മഞ്ഞളും ഇട്ട് വേവണം. പെട്ടെന്ന് വേവും. മത്തനും പച്ചപ്പയറും പെട്ടെന്ന് വേവുന്ന ഇനമാണ്. അപ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ചെടുക്കാൻ 2 ടേബിൾ സ്പൂൺ തേങ്ങ, 1 2 പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് അരച്ചെടുക്കാം. ഒരുപാട് ഫൈൻ പേസ്റ്റായിട്ടൊന്നും ഞാൻ അരച്ചിട്ടില്ല. ഇത്തിരി തരിതരിയായിട്ടാണ് അരച്ചിരിക്കുന്നത്. നമ്മുടെ പച്ചപ്പയർ വെന്തിട്ടുണ്ട്, മത്തനും വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പിടാം. ഈ തേങ്ങ ഒന്ന് വെന്ത് വരണം, അല്ലെങ്കിൽ നമ്മുടെ കറിക്കൊരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ കറി നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് തളിച്ചൊഴിക്കാം. അതിന് കടായിൽ ഒരല്പം എണ്ണ, കുറച്ച് കടുകിട്ട് അത് പൊട്ടിത്തിളങ്ങുമ്പോൾ ഒരു വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇടാം. ഇനി ഇതിലേക്ക് നമ്മുടെ കറി ഇടാം. താളിച്ച് കറിയിലേക്ക് കൊട്ടുന്നതിനേക്കാളും ടേസ്റ്റാണ് താളിച്ചതിലേക്ക് കറി കൊട്ടുന്നത്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. നമ്മുടെ കറി റെഡി. ഇനി നമുക്കൊരു കപ്പ് രസം ഉണ്ടാക്കാം. അതിന് ഒരു കപ്പ് ചെറു ചൂടുവെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയിട്ട് കുറച്ച് സമയത്തിന് ശേഷം നല്ലപോലെ പിഴിഞ്ഞെടുക്കുക. രസത്തിനുള്ള എല്ലാ ചേരുവകളും ഒരു പാത്രത്തിലേക്ക് ഇട്ട ശേഷം നമുക്ക് താളിക്കാം. അതിന് പുളിവെള്ളത്തിൽ ഒരല്പം മഞ്ഞൾ, ഒരല്പം ഉപ്പ്, 1 ടേബിൾ സ്പൂൺ രസം പൊടി. നമ്മൾ വീട്ടിലുണ്ടാക്കിയ രസം പൊടിയാണ്. 1 കപ്പ് വെള്ളത്തിന് 1 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. ഒരല്പം മല്ലിത്തഴ. ഇനി അര തക്കാളി മതിയാവും നമ്മുടെ രസത്തിന്. അതൊന്ന് ചെറിയ പീസസായി കട്ട് ചെയ്ത് നമ്മുടെ രസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഓണത്തിൻ്റെ അന്ന് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ പരിപ്പ് വേവിച്ച വെള്ളം ഉപയോഗിച്ചാണ് ഞാൻ രസം ഉണ്ടാക്കാറ്. ഇനി ഒരു കടായിലേക്ക് കടുകിട്ട് അതൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ 2 വെളുത്തുള്ളി ചതച്ചത്, 1 വറ്റൽമുളക്, 1 കറിവേപ്പില ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ രസം ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. കുറച്ച് സമയം തിളയ്ക്കട്ടെ. വളരെ ഡൈല്യൂട്ടായിരിക്കും നമ്മുടെ രസം. സദ്യക്ക് കണ്ടിട്ടില്ലേ ചിലർ രസം കയ്യിലൊഴിച്ച് കുടിക്കുന്നത്? നമുക്ക് രസവും ഓലനും കൂട്ടി ഇന്ന് കഴിക്കാം. ഓണത്തിന് പല ടേസ്റ്റുകൾ ഒന്നിച്ചാണ് കിട്ടുന്നത്. ഇങ്ങനെ 1 2 ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ ലെവലൊന്ന് വേറെയാണ്. താങ്ക് യു.